ഒരു 14 സെന്റ് സ്ഥലവും വീടുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമ്മൾ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത്. തൊട്ട് മുമ്പിലെ ടാറിംഗ് റോഡാണ്. ഈ കാണുന്ന ദൂരം കുറച്ച് ദൂരം ഇങ്ങനെ മണ്ണ റോഡാണ്. വാഹനങ്ങളൊക്കെ സുഖമായിട്ട് എത്തും. പരിസരത്തൊക്കെ ഫുള്ള് വീടുകളുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഈ സ്ഥലത്തുള്ള ആപ്പിൾ ചാമ്പങ്ങിന്റെ ഒരു മരമൊക്കെയാണ് നമ്മളിത് വീഡിയോയിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ വീട്. ഇത് ഒരു 4 ബെഡ്റൂമും 2 ബാത്റൂമും ഒക്കെ ഉള്ള ഒരു വാർക്ക വീടാണ്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഏകദേശം മുമ്പിലൊരു പോസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഭാഗം വരെ നമ്മളെ ഈ ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട്. നല്ല നിരന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ നേരെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. മുറ്റം കണ്ടില്ല, നല്ല വിശാലമായ മുറ്റാണ്. മുറ്റത്തന്നെ അവിടെ നല്ലൊരു മാവൊക്കെ നമുക്ക് കാണാം. മാവൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ മാവുകളൊക്കെ ഇങ്ങനെ പൂക്കുന്നൊരു ടൈമാണ്. നമ്മളെ ഈ വീട് കുറച്ച് പഴക്കമുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന വീടാണ്. അപ്പോൾ ഇത് വയനാട് ജില്ലയിലാണ്, കൽപ്പറ്റ മേപ്പാടി റൂട്ടിലാണ് വീടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. തൊട്ട് മുമ്പിലെ ടാറിംഗ് റോഡാണുള്ളത്. നമ്മൾ ഈ കണ്ട ദൂരം മാത്രമാണ് മണ്ണ റോഡ് ഉള്ളത്. വാഹനമൊക്കെ സുഖമായിട്ട് നമ്മളെ ഈ സൈറ്റിലേക്ക് എത്തും. നമ്മളെ ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് ഒരു 800 മീറ്റർ ദൂരമാണുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ പരിസരത്തൊക്കെ ഫുള്ള് വീടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഈ വീടിരിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം ഒരു പ്രൈവസി ഉള്ള സ്ഥലമാണ്. തൊട്ടടുത്ത് വീടുകളൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം പ്രൈവസി ഉണ്ട്. നല്ലൊരു സൈലന്റ് ഏരിയ കൂടിയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ ആയിട്ട് നടത്താൻ പറ്റും. അതുപോലെ ഹോളിഡേ ഹോമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളെ വീടുള്ളത്. നമ്മളെ വീടിന്റെ സൈഡ് ഭാഗമൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 14 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സൈഡിലേക്കൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്ഥലത്തുള്ള ഒരു തേക്ക് മരമൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ 14 സെന്റ് സ്ഥലത്തിന് ഈ വീടിനും കൂടി ഇവര് ടോട്ടൽ ആവശ്യപ്പെടുന്നത് 42 ലക്ഷം രൂപയാണെങ്കിലും ഇതിലൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഇനി വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ സ്ഥലത്തിന് നല്ലൊരു മാർക്കറ്റുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥലമുള്ളത്. വീടിന്റെ ബാക്ക് സൈഡ് ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മുരിങ്ങ മരമൊക്കെയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് കാപ്പിത്തൈകളൊക്കെ ഉണ്ട് സ്ഥലത്ത്. വീടിന്റെ ബാക്കിലേക്ക് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നല്ല മലകളുടെ വ്യൂ ഒക്കെ ഉണ്ട്. ബാക്കിൽ ഇതൊരു തെങ്ങൊക്കെ ഉണ്ട്. ബാക്കിൽ നല്ലൊരു കിണറൊക്കെ ഉണ്ട്. കിണർ വെള്ളമാണുള്ളത്. ഓപ്പൺ കിണറാണ്. നല്ല വെള്ളം, ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളമൊക്കെ ഉണ്ട്. വീടിന്റെ രണ്ടാമത്തെ സൈഡ് ഭാഗത്താണ് നമ്മളുള്ളത്. ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഫുള്ള് തോട്ടങ്ങളാണ്. അതുകൊണ്ട് നല്ല പ്രൈവസിയും കൂടിയാണ് ഈ ഭാഗത്തേക്കൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീടിന്റെ ഉൾവശം കൂടി കണ്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. സിറ്റ് ഔട്ടിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഒരു ഹാളാണ്. അത്യാവശ്യം ഒരു വലിയൊരു ഹാളാണ്. ഈ ഹാളിന്റെ വലത്ത് സൈഡിൽ 2 ബെഡ്റൂമും ഇടത്ത് സൈഡിൽ 2 ബെഡ്റൂമും കിച്ചനൊക്കെയാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉൾഭാഗത്തുള്ള വീഡിയോ നമുക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. അതുകൊണ്ട് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണുള്ളത്. ഇതിന്റെ ഫ്ലോറൊക്കെ ഉണ്ട്. നല്ല
ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഒരു വീടാണ്. നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു പഴക്കുണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന വീടാണ്. ഇതൊരു ബെഡ്റൂമാണ്, മൂന്നാമത്തെ ബെഡ്റൂം. ഇത് നാലാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഈ റൂമിന്റെ ഉള്ളിൽ. ഇതും യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. അപ്പോൾ ഈ വീട്ടിന്റെ ഉള്ളിൽ രണ്ട് ബാത്റൂം വരുന്നുണ്ട്. വീട്ടിന്റെ പുറത്ത് സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 ബാത്റൂം ഈ വീട്ടിലുണ്ട്. വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഹാളിന്റെ ഈ സൈഡിൽ ഡൈനിങ് ടേബിൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഹാളിന്റെ ഈ സൈഡിലായിട്ട് തന്നെ ഒരു വാഷ് ബേസ് ഒക്കെ നമുക്ക് കാണാം. കഴിഞ്ഞാൽ പിന്നെ കിച്ചനാണ്. കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ ഉണ്ട്. ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെയാണ് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്.